ഈ ലോഗോ കണ്ടില്ലേ? ഈ ലോഗോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലായി കാണും ഞാൻ ഏത് വാഹനമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. പക്ഷേ എനിക്ക് പരിചയപ്പെടുത്തേണ്ട മറ്റൊരു കാര്യം ഇതിൻ്റെ അലോയ്സിനെ കുറിച്ചാണ്. ഇതൊരു 5 സ്പോക്കിൽ വരുന്ന ഒരു വെറൈറ്റി ലുക്കിലുള്ള ഒരു അലോയ് വീലാണ് വരുന്നത്. ഇത് 2013 ഒരു ഓഡി വാഹനം, ഓഡി A4 വന്നിരിക്കുന്നതാണ്. ഇത് 17 ഇഞ്ച് അലോയാണ് ഈ വാഹനത്തിൽ കൊടുത്തത്. ഇത് ഒത്തിരി വെറൈറ്റി ആയിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഈ മോഡൽ അലോയ് വീൽ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് എനിക്കത് കുറച്ചുകൂടെ ആകർഷണമായിട്ട് തോന്നിയത്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് 2013 മോഡൽ ഒരു ഓഡി A4 ആണ്. അത്യാവശ്യം നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നല്ല കിടിലൻ കളറിൽ. ഇത് കണ്ടാൽ നിങ്ങൾക്ക് ബ്ലാക്ക് ആണെന്ന് തോന്നുന്നു അല്ലേ? ഇത് ബ്ലാക്ക് അല്ല, ഇതൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന വാഹനമാണ്. ബ്ലൂവും ഗ്രേയും കൂടെ കളർന്ന ഒരു വെറൈറ്റി കളറിൽ സ്റ്റാൻഡേർഡ് ലുക്കിൽ വരുന്നൊരു വാഹനം. ഈ പ്രീമിയം വാഹനങ്ങൾ ഇതുപോലത്തെ കളർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക അഴകാണ്. കാര്യം ഇതൊരു പോളിഷൊക്കെ ചെയ്ത് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അത്രയും ലുക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യിക്കാൻ പറ്റിയ ഒരു വാഹനമാണ്. അപ്പോൾ ഈ വാഹനത്തിൽ ചെറിയ ക്രോം എലമെന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ വാഹനത്തിന്റെ അഴക് ഇരട്ടിയാക്കുന്ന രീതിയിലാണ് ആ എലമെന്റ്സ് വരുന്നത്. ഇപ്പോൾ ഈ വാഹനം റൺ ചെയ്തിരിക്കുന്നത് 1,17,000 കിലോമീറ്റർ ആണ്. ഈ വാഹനം നിലവിൽ 3rd ഓണർഷിപ്പിൽ, നിലവിൽ ഡൽഹി വാഹനം കേരളത്തിലേക്ക് ചെയ്തതാണ്. ഇപ്പോൾ ഉള്ളത് ഫാൻസി നമ്പറാണ് 733301 തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനം. റീപ്ലേസ്മെന്റോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ടയർ എബോവ് 70% ഉണ്ട്. നമ്മൾ ബോഡി സൈഡ് നോക്കിക്കോളൂ. ബോഡിയിൽ വേറെ മേജർ ഇഷ്യൂസ് ഒന്നും കാണുന്നില്ല. നല്ല ക്വാളിറ്റി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിനൊരു സ്ക്രാച്ച് ഉണ്ട്, അത് അപ്പർ സൈഡിലാണ്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ സൈഡ് നോക്കുമ്പോൾ വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിലായിക്കോട്ടെ ടെയിൽ ലാമ്പൊക്കെ നല്ല ഒറിജിനാലിറ്റി ആയിട്ട് തന്നെയുണ്ട്. ഒരിക്കലും മങ്ങിയിട്ടൊന്നും കാര്യങ്ങളില്ല. ഇത് A4 വേരിയൻ്റ് ആയിട്ട് A4ൻ്റെ ബാഡ്ജ് 2 ലിറ്റർ എഞ്ചിനാണുള്ള ബാഡ്ജ് TD അതിലെല്ലാം അതിനകത്ത് തന്നെ കാണിച്ചിട്ടുണ്ട്. ഇതിന് ബാക്ക് സെൻസർ, ഫ്രണ്ട് സെൻസർ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ ഒരു ചെറിയൊരു സ്ക്രാച്ച് കാണാം. അത് നമുക്ക് വേണമെങ്കിൽ റെക്ടിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നിലവിൽ കാണുന്ന കണ്ടീഷനാണ് ഞാനിപ്പോൾ പറയുന്നത്. അതുപോലെ തന്നെ സൈഡ് മിററിൽ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് ഓട്ടോ ഫോൾഡിംഗ് ആണ്. അതുപോലെ തന്നെ ഡോറിൽ നമുക്ക് ലെഫ്റ്റ് സ്ട്രിപ്പൊക്കെ ക്രോം ഫിനിഷിങ്ങിലൊക്കെ വന്നിട്ട് അതൊക്കെ കുറച്ച് വാഹനത്തിന് കുറച്ച് എക്സിക്യൂട്ടീവ് സ്റ്റാൻഡേർഡ് ലുക്ക് നൽകുന്നുണ്ട്. നമുക്കിനി ഇന്റീരിയർ ഭാഗത്തൂടെ നോക്കാം. ഇന്റീരിയറിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ വാഹനത്തിനകത്ത് വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, എയർ ബാഗ്, ABS, ക്ലൈമട്രോണിക് AC, ക്രൂസ് കൺട്രോൾ, സൺറൂഫ് തുടങ്ങിയ ഫീച്ചേഴ്സാണ്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ഒക്കെയാണ് വരുന്നത്. ആ സീറ്റ്സിൻ്റെ ഇവിടെ ജസ്റ്റ് ഒന്ന് പൊട്ടിയിട്ടുണ്ട്. അതിന് കാലപ്പഴക്കത്തിൻ്റെതായ കാര്യങ്ങൾ മാത്രമാണ്. അതുപോലെ തന്നെ സ്റ്റീരിയോ ഒക്കെ ബോഡി കൺസേർട്ടിൻ്റെ സ്റ്റീരിയോ ആണ് വരുന്നത്. നമുക്ക് ഇന്ത്യയിലിരിക്കാം. ഇന്ത്യയിൽ അത്യാവശ്യം നല്ല സ്പേസും അതുപോലെ നല്ല ലക്ഷറി ഫീൽ ചെയ്യുന്നൊരു വാഹനമാണ്. നമുക്ക് ഈ നല്ല മൈലേജ് ഏകദേശം 18 കിലോമീറ്റർ മൈലേജിൽ ലഭിക്കുന്നൊരു വാഹനമാണ്. ഇന്ത്യയിൽ നോക്കിക്കോളൂ, ആ പ്രീമിയം ഫിനിഷൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ വുഡ് ഫിനിഷൊക്കെ ചെയ്തിരിക്കുന്നതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വാഹനമാണ്. സൺറൂഫ് വരുന്നുണ്ട്. ടോപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും നല്ല ഒറിജിനാലിറ്റി ആയിട്ട് നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ ഈ വാഹനം എപ്പോഴും ഉണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലൂടെ നോക്കാം. ബാക്ക് സീറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാക്ക് സീറ്റ് തന്നെയാണ് വരുന്നത്. ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റിനകത്ത് 2 കപ്പ് ഹോൾഡറും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ചെറിയ സാധനം വയ്ക്കാൻ പറ്റുന്ന ഒരു ഓപ്പണിംഗ് ആണ്. പിന്നെ ഇവിടെ AC വെൻസ് വരുന്നുണ്ട്. ഇന്ത്യയിൽ നിങ്ങൾ ജസ്റ്റ് ഇതിനകത്തൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും. ബോഡി ഇന്റീരിയറൊക്കെ അത്യാവശ്യം നല്ല നീറ്റായിട്ടുണ്ട്. ഇതൊന്നും മാറ്റിയതല്ല. നോർമലി ഒരു 10 വർഷം പഴക്കമാകുമ്പോൾ ഈ സാധനമൊക്കെ കുറച്ച് അരയ്ക്കാറുണ്ട്. അതൊന്നും ചെയ്തിട്ടില്ല, ഒന്നും തൂങ്ങുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒറിജിനാലിറ്റി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു പ്രൈവസി കർട്ടൻ കാര്യങ്ങളൊക്കെ കമ്പനിയിൽ നിന്ന് തന്നെ ഇൻബിൽഡ് വരുന്നതാണ്. ഡോറിൽ വുഡൻ ഫിനിഷ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു വാഹനത്തിന് പറ്റിയ അത്യാവശ്യം വേണ്ട പ്രീമിയം വാഹനത്തിന് വേണ്ട എല്ലാ ലക്ഷണങ്ങളുള്ള ഒരു ഓഡി A4. അപ്പോൾ ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയോ 10 ലക്ഷം രൂപയ്ക്ക് താഴെ ഓഡി വാഹനം, അതും ഇപ്പം നിലവിൽ കേരള രജിസ്ട്രേഷൻ ചെയ്ത വാഹനം വാങ്ങുന്നവർക്ക് ബെറ്റർ ഓപ്ഷനാണ്. ഒരു 18 കിലോമീറ്റർ മൈലേജ് ലഭിക്കുന്ന ഫുള്ളി കമ്പനി സർവീസ്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് റാക്കൊക്കെ പുതിയത് മാറിയിട്ടുള്ള വാഹനമാണ്. അപ്പോൾ ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില ഫൈനൽ ഒരു 9,90,000 രൂപ കൊടുക്കുക. ഫൈനൽ റേറ്റ് ആണ് 9,90,000 രൂപയ്ക്ക് ഈ വാഹനം നിങ്ങൾ കൊടുക്കാം. ഈ വാഹനത്തെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന എൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. കാര്യം ഇത് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ അല്ല, ഇത് കസ്റ്റമറുടെ വീട്ടിലാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ 1-2 വീഡിയോസ് കസ്റ്റമറുടെ വീട്ടിൽ കിടക്കുന്ന വണ്ടിയും ഇടുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിന് ഇപ്പോൾ ചിലവരൊക്കെ അവരുടെ പ്രീമിയം വാഹനങ്ങൾ അല്ലെങ്കിൽ അവർ പൊന്നുപോലെ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ വേറെ വണ്ടിയില്ല, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് മാത്രമാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡയറക്റ്റ് നമുക്ക് കസ്റ്റമറുമായിട്ട് ഡീൽ ചെയ്ത് എടുക്കാൻ പറ്റും. ഈ വാഹനത്തിന് നമുക്ക് ഫിനാൻസ് വേണമെങ്കിൽ അറേഞ്ച് കൊടുക്കാം. ഫുള്ള് ലോൺ കിട്ടുമെന്നില്ല, എന്നാലും ഒരു 75% മാക്സിമം നമുക്ക് ലോൺ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഈ വാഹനത്തെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.